ചെറിയുള്ളി ചേർത്തുണ്ടാക്കുന്ന നോൺ വെജ് ഐറ്റംസിനൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. പ്രത്യേകിച്ചും ഈ മീൻ വിഭവങ്ങളൊക്കെ ചെറിയുള്ളി മാത്രം ചേർത്താണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂതമീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണുള്ളത്, ഏത് മീൻ വെച്ചത് ചെയ്തെടുക്കുക. ഇനി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാമോളം ഉണ്ടാവും. അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇനി വേണ്ടത് കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. ഞാനിപ്പോൾ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചെടുത്ത് ഇതുണ്ടാക്കുമ്പോൾ നല്ലൊരു സ്വാദ് തന്നെ ഈ ഒരു കറിക്ക് കിട്ടും. ഇനി ഇത് രണ്ടും മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാ ഉള്ളിയും ചതവൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് സാധാ നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻ മുളകിട്ടതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം കറി ആവശ്യമുണ്ടോ അത്രയ്ക്ക് വെള്ളം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയം നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ കറി റെഡി ആയി കിട്ടും. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. മീനായതുകൊണ്ട് തന്നെ തിളച്ചാൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമ്മൾ തവിയിട്ട് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇതൊന്ന് ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഒരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണിത്. കാണാനും നല്ലൊരു ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ ഒത്തിരി ടേസ്റ്റാണ്. ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. പലരും പല രീതിയിലായിരിക്കും മീൻ മുളകിട്ടതൊക്കെ തയ്യാറാക്കാറുണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.